ഇത് നമ്മളൊരു ഉദ്ദേശം നമ്മളൊരു സാധാ അക്കൗണ്ട് നോക്കിയതിൽ കെട്ടെണ്ണി നോക്കി 72 ലക്ഷം രൂപയോളം കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മളതൊരു ബാങ്കിൽ കൊണ്ടുപോയി സർട്ടിഫൈ ചെയ്ത് മേടിച്ചാലേ കൃത്യതുക നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന വ്യാപകമായിട്ട് ഇലക്ഷൻ സ്പെഷ്യൽ ഡ്രൈവിനോടും ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് അന്തർ സംസ്ഥാന വാഹനങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഇന്ന് എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു. ആയതുപ്രകാരം ഇന്ന് രാവിലെ ഞങ്ങൾ MC റോഡിൽ കോഴ ഭാഗത്ത് വാഹന പരിശോധന നടത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ബാംഗ്ലൂരിൽ നിന്നുള്ള ഈ വാഹനം വരികയും വാഹനം പരിശോധിച്ചതിൽ സംശയകരമായി തോന്നി ആൾക്കാരെ പരിശോധിച്ച് ഇയാളുടെ ബാഗിനകത്തുനിന്ന് കുറേ പൈസ കിട്ടുകയും തുടർന്ന് അയാളുടെ ദേഹം പരിശോധിച്ചാൽ ദേഹത്ത് ഇങ്ങനെ ജാക്കറ്റിനകത്താക്കി പ്രത്യേക അറയുണ്ടാക്കി അതിനകത്തായിട്ടാണ് സൂക്ഷിച്ചിരുന്നത്. രണ്ടുപേരും അടുത്തടുത്ത് ആയിരുന്നു കടന്നത്. ബർത്ത് ഉള്ള ബസ്സായിരുന്നു. അതിൽ ആണ് അത് ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല. അവർ അന്തർ സംസ്ഥാനത്തുനിന്ന് വന്ന അവർ ആന്ധ്ര സ്വദേശികളാണ്. അവർ ബാംഗ്ലൂർ വന്നാണ് ഈ ബസ്സേ കയറിയെന്ന് മാത്രമേ പറയുന്നുള്ളൂ. കൂടുതൽ ചോദ്യം ചെയ്താൽ അതൊന്നും പറഞ്ഞില്ല. സോഴ്സൊന്നും അവർ പറഞ്ഞിട്ടില്ല. സോഴ്സ് വെളിപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അടുത്ത നടപടി ഇത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അവർക്ക് കൈമാറുന്നുണ്ട്. ആളുകളെയും തുകയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് തുടർ നടപടിക്കായി കൈമാറും. ഇത് ഏകദേശം ഒരു 500ൻ്റെ 100 വീതം അടങ്ങിയ 72 കെട്ടുകളാണ്. അതായത് ഒരു 1 ലക്ഷം രൂപ വരും ഒരു കെട്ടിനകത്ത്. 500 100 വീതമുള്ള 2 കെട്ട്. അങ്ങനത്തെ 72 പിന്നെ 200ൻ്റെ 5 ഉണ്ട്. പിന്നെ 500ൻ്റെ ഒരു ചില്ലറ ഇതുമുണ്ട്. ഇപ്പോൾ കൗണ്ട് ചെയ്താലേ അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെ.